മഴ തകർത്തു പെയ്യുമ്പോൾ കൊച്ചിയിലെ റോഡിലെ കുഴികൾ നാട്ടുകാരുടെ നടുവൊടിക്കുകയാണ്. കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കുഴികൾ അടയ്ക്കാൻ സാധിക്കാതെ മൗനം പാലിക്കുകയാണ് കോർപ്പറേഷൻ. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്കുള്ള റോഡാണ് ഇത്. കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. സ്റ്റേഡിയത്തെ പുല്ലേപ്പടി തമ്മനം റോഡുമായി ബന്ധിപ്പിക്കുന്നത് ലിങ്ക് റോഡാണ്. ഈ റോഡിന്റെ ഒരു വശമാണ് പൊളിഞ്ഞു കിടക്കുന്നത്. പലതും ആഴമേറിയ കുഴികളാണ്. ചെറിയ മഴ പെയ്താൽ പോലും ഈ റോഡിൽ വെള്ളക്കെട്ടും അതിരൂക്ഷം. അതിനിടയിലാണ് വമ്പൻ കുഴികൾ. ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് കുഴികൾ ഏറ്റവും അധികം ബാധിക്കുന്നത്. കുഴി ഭയങ്കര അപകടകരമായിട്ടാണ്. ഇന്നലെ ഒരു പെൺകുട്ടിയോട് വീണതേ ഉള്ളൂ രാവിലെ. പിന്നെ ഒന്നും പറയാനില്ല. ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ജസ്റ്റ് എ സ്റ്റുപ്പിഡ് കോമൺ മാൻ ഇൻ ദി സൊസൈറ്റി, അത്രേ ഉള്ളൂ. വാഹനങ്ങളൊക്കെ പോകുമ്പോഴൊക്കെ അപകടത്തിലൊക്കെ പെടാറുണ്ട്. ഇന്നലെ ഒരു പെൺകുട്ടി സ്കൂട്ടറിനാണ് വന്നത് ഇവിടെ വീണത് രാവിലെ. പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ തന്നെ കൂട്ടിയിട്ടാണ് അവർ ഇതാക്കിയത്. കുറേ കാലമായിട്ട് കിടക്കുകയാണ്. അപ്പുറത്തെ റോഡ് ക്ലിയർ ചെയ്ത് ഇപ്പുറത്തെ റോഡ് ക്ലിയർ ചെയ്ത്, അത്രേ പറയാനുള്ളൂ. ഈ റോഡിന്റെ ഒരു വശത്ത് നേരത്തെ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തെങ്കിലും അത് റീടാർ ചെയ്തു. സാധാരണയായി ഉണ്ടാകുന്ന കുഴികളാണ് ഇനി അടയ്ക്കാനുള്ളത്. റോഡ് നന്നാക്കാൻ CSML പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇനി മഴക്കാലം കഴിയണം. അതുവരെ സാധാരണക്കാർ ഈ ദുരിതം സഹിക്കേണ്ടി വരും. റോഡിലെ കുഴികൾ അടയ്ക്കാൻ CSML പോത്ത്ഹോൾ മെഷീൻ വാങ്ങി നൽകിയതാണ്. എന്നാൽ അതൊന്നും പര്യാപ്തമല്ല. മെഷീൻ എവിടെയാണെന്ന് പോലും അറിയില്ല. എന്തായാലും ഓരോ മഴ പെയ്യുമ്പോഴും സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കുഴികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. സ്റ്റേഡിയം ലിങ്ക് റോഡിൽ കുഴികൾ മാത്രമല്ല, വെള്ളക്കെട്ടും അതിരൂക്ഷമാണ്. ആരോട് പരാതി പറയുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ചേട്ടാ, ഇതുണ്ടല്ലോ എത്ര മാസമായിരുന്നു ഈ കിടക്കണത്. എൻ്റെ വണ്ടിയിലേക്ക് മുട്ടയാണ്. ഇതുകൊണ്ട് പോകാൻ നേരത്ത് പകുതി മുട്ടയും പൊട്ടിപ്പോണാണ്. അന്ന് ആരോട് പറയാനതൊക്കെ? ഈ റോഡ് കുറേ നാളായിട്ട് ഇതിങ്ങനെ കിടക്കുക. ഭയങ്കര കുഴിയാണ്. വെള്ളമായി കഴിഞ്ഞാൽ കാണത്തില്ലല്ലോ. ആൾക്കാർ വന്ന് അതിനകത്തോട്ട് വീഴുക, എന്നിട്ട് അവരെ പിന്നെ പൊക്കി ആശുപത്രി പോയി. ഇതൊക്കെ തന്നെ ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ കുറേ ആയല്ലോ ശോചനീയ അവസ്ഥയായിട്ട്. ഇപ്പോൾ ഒരു 2 മഴ അടുപ്പിച്ച് പെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഫുട്പാത്ത് വരെ വെള്ളം കയറും. അതുപോലെ ഭയങ്കര ഭീകരാവസ്ഥയാണ്. ആക്സിഡൻറ്റ് ദരിദ്രം ഉണ്ടാകുന്നുണ്ട്. വലിയ ഇന്നലെ ഒരു പെണ്ണ് വീണമെന്ന് പറയാനുണ്ടായി. പെൺകുട്ടിയെ കുറേ നാൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അങ്ങനെയുണ്ട്. അങ്ങോട്ട് അവിടെയൊക്കെ ബ്ലോക്കായിരിക്കും. ആ ഭാഗത്തൊക്കെ കുഴിയാണ്. ഞങ്ങളതിലേ വരുന്നത്. ഞങ്ങൾ സ്ഥിരം പോകണം. ഇതൊന്നും അവിടെ കാണില്ല. എന്നാൽ സ്ലോപ്പ് ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ് വെച്ച് വിട്ടത്. ഒന്നത് ആ വളവിലുള്ള ബൈക്കാർ വീണിട്ടുണ്ടെങ്കിൽ അന്ന് തീരും അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ കൗൺസിലറുടെ ഭരണവും കഴിഞ്ഞു. ആറ് പറയണം നടുവേനുണ്ടെങ്കിൽ മാറൂല. എത്ര പേരുടെ വീണെന്നറിയാമോ? ഇപ്പോഴാണ് ഈ ഫോൺ വെച്ചേക്കണത്. അത് ആരും വെച്ചിട്ടുണ്ടായില്ല. എന്താണ് ഇവർ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ആരോട് പറയാനാണ്? ആരോട് ചോദിച്ചാൽ ഞങ്ങളുടെ അല്ല, കോർപ്പറേഷൻ്റെ അല്ല, PWD അല്ല, എല്ലാം. ഈ വഴി അധികം ട്രിപ്പ് എടുക്കാറില്ല. ഈ വഴി പിന്നെ തമ്മനം വഴിയൊന്നും അധികം ട്രിപ്പ് എടുക്കാറില്ല. ഷോക്ക് അബ്സർവൊക്കെ പോവും. അത് തന്നെ. പിന്നെ യാത്രക്കാർ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഗർഭിണികളൊക്കെ ആണെങ്കിൽ വളരെ പതിയെ പോകാൻ പറ്റുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആരോട് പറയാൻ? ഇവിടെ ഈ കുറച്ചാളായിട്ട് ഈ ലൈൻ, അപ്പുറത്തെ ലൈൻ കുഴപ്പമില്ല. ഈ ലൈൻ കുറേ നാളായി ഇങ്ങനെ തന്നെ കിടക്കണം. മഴയാകുമ്പോൾ കുഴി അറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. ചെന്ന് ചാടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഈ ഫ്രണ്ട് കണ്ട നല്ല ടൈറ്റ് ഉണ്ട്. പണിയാണെങ്കിൽ നമ്മൾ കാശ് വേറെ ഉണ്ടാക്കണം. ആകെ 65 രൂപയുടെ ഒരു ഓട്ടം കിട്ടി ഇതിലേ കൂടി പോയി കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആരോട് പറയാൻ? ടി അശ്വതി ചേരുന്നു. അശ്വതി, ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. റോഡിലെ കുഴിയടയ്ക്കാൻ ചില നടപടികളൊക്കെ കോർപ്പറേഷൻ തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതൊക്കെ പാതി വഴിയിൽ അങ്ങ് നിന്നുപോയി. ഈ നാട്ടുകാരുടെ ദുരിതം അത് ഈ മഴക്കാലത്തും അങ്ങനെ തുടരുകയല്ലേ? അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഇടമാണ് കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അങ്ങോട്ടുള്ള ലിങ്ക് റോഡാണ് പൊളിഞ്ഞു കിടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നത്. 100 കണക്കിന് കുഴികളാണ് ഈ റോഡിലുള്ളത് എന്നത് തന്നെ ഏത് നിമിഷവും അപകടമുണ്ടാകുമെന്നതിൻ്റെ ഒരു സൂചനയാണ്. മാത്രമല്ല, ഈ റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരിടം കൂടിയാണ്. വളരെ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ഈ റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകുന്നു. ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഇതിൽ ഏറ്റവും അധികം ബാധിക്കുന്നത്. അവർ ദുരിതത്തിലാകുന്നത്. ദിവസേന ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആഴത്തിലുള്ള കുഴികളുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ചെടി നട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും നാട്ടുകാരുമെല്ലാം പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിരവധി നാളുകളായി, മാസങ്ങളോ വർഷങ്ങളോ ആയി ഇത്തരത്തിൽ ഇവിടെ കുഴികൾ രൂപപ്പെട്ടിട്ട്. നേരത്തെ പോത്ത്ഹോൾ മെഷീനുകൾ കൊണ്ടുവന്നിരുന്നു. അതായത് ഈ കുഴികൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് CSML നൽകിയിട്ടുള്ള മെഷീനാണ്. പക്ഷേ അത് അപര്യാപ്തമാണ്
എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം അത്രയധികം കുഴികൾ അടയ്ക്കുന്നതിന് ഈ പോത്ത് ഹോൾ മെഷീൻ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അത് എവിടെ പോയി എന്ന് പോലും ആർക്കും അറിയില്ല. അതിൻ്റെ ഒരു പ്രവർത്തനം ഈ നഗരത്തിലെങ്ങും കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ലിങ്ക് റോഡ് ചെന്ന് ചേരുന്നത് പുല്ലേപ്പടി തമ്മനം റോഡിലാണ്. അവിടുത്തെയും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെയും വലിയ രീതിയിലുള്ള കുഴികളാണ്. അതുകൊണ്ട് ഈ വൈറ്റിലേക്ക് പോകുന്നതിനും അതുപോലെ തന്നെ NH-ലേക്ക് കടക്കുന്നതിനുമായിട്ടുള്ള ഇത്തരം റോഡുകളെല്ലാം വലിയ രീതിയിലുള്ള കുഴികളും അപകടങ്ങളുമാണ് പതിയിരിക്കുന്നത്. ശരി അശ്വതി, നാട്ടുകാരുടെ ഈ ഒരു ദുരവസ്ഥ ഞങ്ങൾ അധികൃതർക്ക് മുന്നിൽ വയ്ക്കുകയാണ്.